everyone, welcome to Krish Talks. അപ്പോൾ നമ്മുടെ റീഡിങ്സ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സിന്റെ സെക്കൻഡ് മൊഡ്യൂളിന്റെ റിവിഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികൾ അത് കാണുക. ഇത് സെക്കൻഡ് മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂൾ നമുക്കറിയാം ഷോർട്ട് സ്റ്റോറീസും ഫിക്ഷൻസും ആണ്. അപ്പോൾ നമുക്കിതിൽ 4 സ്റ്റോറീസ് ആണ് വരുന്നത്. സ്കോൺ, ട്വിൻ ദ നെക്സ്റ്റ് വേൾഡ്, ദി ബ്രൈഡ്സ് പൈജാമാസ്, ദി നൈറ്റ് ട്രെയിൻ അറ്റ് ഡിയോലി. അപ്പോൾ ഈ 4 ഭാഗങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് പഠിക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നോക്കാം. സ്കോൺ എന്നുള്ളതാണ്, ബാമ എഴുതിയിട്ടുള്ള സ്കോൺ എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റോറി. സോ ഈ ഒരു ബാമ ഇൻ ദ സ്റ്റോറി അഡ്രസ്സസ് ദ സോഷ്യൽ ഇവിൽ ഓഫ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ലൈൻ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നവർ ഇതൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ദെൻ ദ സ്റ്റോറി ലീവ്സ് എ സൈക്കോളജിക്കൽ ഇംപ്രിന്റ് ഇൻ ദ മൈൻഡ്സ് ഓഫ് റീഡേഴ്സ്. നോട്ട് ഓൺലി അഡൾട്ട്സ് ബട്ട് ചിൽഡ്രൻ ആർ ഓൾസോ വിക്ടിംസ് ഓഫ് ദ സോഷ്യൽ മാലിസ്. അപ്പം ഈ ഒരു പാഠഭാഗത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുതിർന്നവർ മാത്രമല്ല ഇത്തരത്തില് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഉയർന്ന ജാതി താഴ്ന്ന ജാതി അങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണുന്നത് മുതിർന്നവരുടെ ഇടയിൽ മാത്രമല്ല കുട്ടികളുടെ ഇടയിൽ കൂടി ഉണ്ട്. ഈവൻ ഒരു സ്കൂളിൽ ടീച്ചേഴ്സ്, പ്രിൻസിപ്പൾ വരെ അങ്ങനെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ കുട്ടികളുടെ ഇടയിൽ കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ ദ ലാർജർ പാർട്ട് ഓഫ് ദി സ്റ്റോറി ഹാപ്പൻസ് ഇൻസൈഡ് എ സ്കൂൾ. അപ്പോൾ ഈ ഒരു കഥ ഉടനീളം നടക്കുന്നത് സ്കൂളിനുള്ളിലാണ്. ആൻഡ് the entire population inside the campus is divided based on the streets they live in. അപ്പോൾ അവിടെ ടെമ്പിൾ സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 സ്ട്രീറ്റ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് കുട്ടികളെ പലരും കാണുന്നത്. ഓക്കെ, then she portrayed the discrimination and casteism existing in Indian society. ഇത് ആ ഒരു കഥയിലൂടെ തന്നെ നമ്മുടെ ഇന്ത്യയിലുടനീളം നിലനിൽക്കുന്ന കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി ഇതിലെ ക്യാരക്ടേഴ്സിന്റെ പേര് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ചിന്നപ്പൊണ്ണു ആണ് നമ്മുടെ ഇതിലെ സെൻട്രൽ ക്യാരക്ടർ. പരിപൂർണം അവളുടെ അമ്മയാണ്. അപ്പൊ ചിന്നപ്പൊണ്ണുവിന്റെയും പരിപൂർണത്തിന്റെയും ക്യാരക്ടർ സ്കെച്ചുകൾ നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇനി അവളുടെ ക്ലാസ്മേറ്റ്സിന്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇതില് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 3 ആൾക്കാരാണ് ഇവർ കേട്ടോ. കോമളവല്ലിയുടെ പൊങ്കൽ ഫെസ്റ്റിവലിന്റെ ബോണസ് ആണ് കളഞ്ഞു പോയത്. കട്ടാരിയാണ് അത് എടുത്തു എന്ന് സംശയിക്കുന്നത്. പക്ഷെ ആക്ച്വലി അത് എടുത്തിരുന്നത് ഹയർ കാസ്റ്റിൽ നിന്ന് വരുന്ന അരവിന്ദാണ് എടുത്തിരുന്നത്. അപ്പൊ ഈ പേരുകൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഫസ്റ്റ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ ചിന്നപ്പൊണ്ണ് സ്കൂളിൽ പോകാൻ മടിച്ചു നിൽക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് അല്ലെ. കാരണം ചിന്നപ്പൊണ്ണ് അപ്പർ കാസ്റ്റിൽ വരുന്ന ഒരു പെൺകുട്ടിയുടെ ലഞ്ച് ബോക്സ് ചോദിച്ചു. ടെമ്പിൾ സ്ട്രീറ്റിൽ വരുന്ന അപ്പർ കാസ്റ്റിലെ കുട്ടിയുടെ ലഞ്ച് ബോക്സ് ചോദിച്ചു എന്നതിന്റെ പേരിൽ ചിന്നപ്പൊണ്ണുവിന് അടി കിട്ടുകയാണ്. അതിന്റെ പേരിലാണ് ചിന്നപ്പൊണ്ണ് സ്കൂളിൽ പോകാനായിട്ട് മടിച്ചിരുന്നത്. ദെൻ പരിപൂർണം ചിന്നപ്പൊണ്ണിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് എഡ്യൂക്കേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. വിതൗട്ട് എഡ്യൂക്കേഷൻ നമ്മൾ ഒരു ഡോഗിനെ പോലെ നമ്മൾ സഫർ ചെയ്യേണ്ടി വരും എന്നുള്ളതൊക്കെ പരിപൂർണം അമ്മ മകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. മകൾക്ക് കോയിൻസ് കൊടുക്കുന്നുണ്ട് ക്യാൻഡി വാങ്ങാനായിട്ട്. അങ്ങനെയെങ്കിലും ഒന്ന് സ്കൂളിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ദെൻ അപ്പോഴാണ് നമ്മുടെ പരിപൂർണം മനസ്സിലായത്. വേറൊരു കുട്ടി വഴിയാണ് പരിപൂർണം മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് സ്കൂളിൽ നടന്നിരുന്നു എന്നുള്ള കാര്യം. അത് ചോദിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ടീച്ചേഴ്സും അതേപോലെ തന്നെ പ്രിൻസിപ്പളും അതായത് ഹെഡ് മാസ്റ്റർ ഒക്കെ ചിന്നപ്പൊണ്ണിൻ്റെ അടുത്ത് വളരെയധികം മോശമായിട്ടാണ് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ ഹെഡ് മാസ്റ്റർ സെഡ് ദാറ്റ് ദ ഫോൾട്ട് വാസ് വിത്ത് ചിന്നപ്പൊണ്ണിൻ്റെ അടുത്താണ് ഫോൾട്ട്. എന്തുകൊണ്ട് അപ്പർ കാസ്റ്റിൽ പെട്ട കുട്ടിയുടെ അടുത്ത് പ്ലേറ്റ് ചോദിച്ചു, ലഞ്ച് ബോക്സ് ചോദിച്ചു? അത് വളരെ തെറ്റാണ്. ചിന്നപ്പൊണ്ണ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊല്യൂട്ടായി എന്നാണ് ഒരു ഹെഡ് മാസ്റ്റർ വരെ പറയുന്ന കാര്യം. ദെൻ ആ ഒരു സ്കൂൾ ക്യാമ്പസ് മുഴുവൻ ക്ലീൻ ചെയ്യുന്നത് വരെ ഈ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ലോവർ കാസ്റ്റിൽ വരുന്ന കുട്ടികളാണ് ക്ലീൻ ചെയ്യുന്നത് വരെ എന്ന് പിന്നീട് അറിയുന്നുണ്ട്. പിന്നെ കോമളവല്ലിയുടെ പൊങ്കൽ ഫെസ്റ്റിവലിന് എന്ത് സംഭവിച്ചു? കോമളവല്ലിയുടെ പൊങ്കൽ ഫെസ്റ്റിവൽ ആയിട്ടുള്ള 3000 റുപ്പീസ് നോട്ട് ചെയ്ത് വെക്കാട്ടോ. 3000 റുപ്പീസ് ആണ് മോഷണം പോയത്. അത് കട്ടാരി മോഷ്ടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ആക്ച്വലി വാസ് സ്റ്റോളൻ ബൈ അരവിന്ദാണ് ആക്ച്വലി അത് കട്ടെടുക്കുന്നത്. ഹയർ കാസ്റ്റിൽ തന്നെ വരുന്ന അരവിന്ദാണ് അത് കട്ടെടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഇവിടെ പരിപൂർണവും സ്കൂൾ ടീച്ചറും തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് മീൻസ് അവർ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കുന്ന ഒരു രംഗം. ഹെഡ് മാസ്റ്റർ വരെ വളരെ മോശമായിട്ടുള്ള രീതിക്കാണ് പരിപൂർണത്തിൻ്റെ അടുത്ത് സംസാരിച്ചത്. ആള് ആഡ് ചെയ്തൊരു ലൈൻ ഉണ്ട്. ഹി ആഡഡ് ദാറ്റ്
monkey should not dream of sleeping in a mansion. monkey അല്ല, donkey അവര് ഒരു കുടിലിനുള്ളിൽ കഴിഞ്ഞിട്ട് മാളികകൾ സ്വപ്നം കാണുകയാണെന്നാ പറയുന്നത്. അത് ഈ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അവര് വേണമെങ്കിൽ ഹെഡ് മാസ്റ്റർ പറയുന്നുണ്ട്, പരിപൂർണത്തിന്റെ അടുത്ത് കുറച്ച് പന്നി കുട്ടികളെ വാങ്ങിച്ചു കൊടുക്കൂ, പിഗ്ലെറ്റ്സിനെ ചിന്നപ്പൊണ്ണിന് വാങ്ങിച്ചു കൊടുക്കൂ, അതിനെ നോക്കിയിരിക്കട്ടെ, അല്ലാണ്ട് പഠിക്കാൻ വരണ്ട എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അപ്പർ കാസ്റ്റിന് ലോവർ കാസ്റ്റിന്റെ അടുത്തുള്ള ആ ഒരു രീതികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ആക്ച്വലി ആ ഒരു പൊങ്കൽ ഫെസ്റ്റിവൽ മോഷ്ടിച്ചത് അരവിന്ദാണ് മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അരവിന്ദ് ദ സ്റ്റുഡൻറ് ഫ്രം ഹൈ കാസ്റ്റ് കോമളവല്ലിയുടെ പൊങ്കൽ ഫെസ്റ്റിവൽ ബോണസ് ആണ് 3000 rupees ആണ് മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എല്ലാവരും കുറ്റം പറഞ്ഞിരുന്നത് കട്ടാരി, നമ്മുടെ ലോവർ കാസ്റ്റിൽ വരുന്ന വേലുക്കണ്ണന്റെ മകൻ കട്ടാരിയാണ് അത് എടുത്തത് എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെതിരെ വേലുക്കണ്ണൻ നമ്മുടെ സ്കൂളിൽ വന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നീടാണ് ഇത് അരവിന്ദാണ് മോഷ്ടിച്ചത് എന്നുള്ള ഒരു കാര്യം തെളിഞ്ഞത്. അപ്പൊ ആ കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആ ഒരു പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അതിൽ നോട്ട് ചെയ്ത് പറയണം കേട്ടോ. ഓക്കെ, ഇനി എസ് ആയിട്ടൊക്കെ ആ പാഠഭാഗത്ത് നിന്ന് ചോദിച്ചാൽ ആ പാഠഭാഗത്ത് നിന്ന് മനസ്സിലായ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ദെൻ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ടു ഇൻ ദ നെക്സ്റ്റ് വേൾഡ് എന്ന് പറയുന്നത്. ഇപ്പം ഇതിലെ ക്യാരക്ടർ സ്കെച്ച് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ചിന്നപ്പൊണ്ണുവിൻ്റെയും പരിപൂർണത്തിൻ്റെയാണ്. ഇനി ടു ഇൻ ദ നെക്സ്റ്റ് വേൾഡിൽ വരുന്നത് നമ്മുടെ ടൈറ്റിലിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കാം. അതായത് ആഫ്റ്റർ ലൈഫ് അല്ലെങ്കിൽ ജീവിതത്തിന് ശേഷം ആ ഒരു മരണപ്പെട്ടതിന് ശേഷം ആ ഒരു വേൾഡാണ് നെക്സ്റ്റ് വേൾഡ് എന്ന ടൈറ്റിൽ ഉദ്ദേശിക്കുന്നത്. 2 എന്ന് പറയുന്ന 2 ആൾക്കാർ, നമ്മുടെ ഇതിലെ നരേറ്ററും പിന്നെ ഡോക്ടറുടെ വൈഫ്, സൂയിസൈഡ് ചെയ്തിട്ടുള്ള ഡോക്ടറിന്റെ വൈഫുമാണ് ഇതിൽ വരുന്ന 2 ആൾക്കാർ. സോ 2 ഇൻ ദ നെക്സ്റ്റ് വേൾഡ് ആണ് ടൈറ്റിൽ കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ്. ഇവിടെ പണത്തിന്റെ കാര്യം വരുന്നുണ്ട്, ലോവർ കാസ്റ്റ് അപ്പർ കാസ്റ്റ് എന്നുള്ള കാര്യവും വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൽ നരേറ്റർ ഒരു ദിവസം വയ്യാതെയായിട്ട് ഹോസ്പിറ്റലാവുകയാണ് ചെയ്യുന്നത്. ഹോസ്പിറ്റലായപ്പോൾ തന്നെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർ, ആ ഒരു സർജൻ എന്ന് പറയുന്നത് ഒരു റിസർവ്ഡ് കോട്ട എന്ന് പറയുമ്പം ലോവർ കാസ്റ്റിൽ നിന്നുള്ള ഒരു ഡോക്ടറാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ നമ്മുടെ നരേറ്റർ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ഹോമിലേക്ക് മാറുകയാണ്. അപ്പോൾ അവിടെ വളരെയധികം എന്താ പറയുക, നല്ലൊരു ഡോക്ടർ, യങ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി ആ ഒരു നഴ്സിംഗ് ഹോമിലെ ആ ഡോക്ടർ ഫേക്ക് ആയിരുന്നു, ആ നഴ്സിംഗ് ഹോമിലെ മെഡിസിൻസും ഫേക്ക് ആയിരുന്നു. അവിടെ വെച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ഓപ്പറേഷൻ ടേബിളിൽ വെച്ചിട്ട് നമ്മുടെ നരേറ്റർ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ ബില്ലിനൊക്കെ ഭയങ്കര പൈസയാണെന്നുള്ളൊരു കാര്യം, മെഡിസിൻസ് ഫേക്ക് ആയിരുന്നു എന്നുള്ളൊരു കാര്യം, ആ ഡോക്ടർ ഫേക്ക് ആയിരുന്നു എന്നുള്ളൊരു കാര്യം. ആ ഡോക്ടർ ആയത് എങ്ങനെയാണ്, ഭാര്യയുടെ ഗോൾഡും അവിടുന്ന് വാങ്ങിച്ച ക്യാഷും ആ ഒരു ഡൗറി വെച്ചിട്ടാണ് ആള് ഡോക്ടർ ആയത്. ആ ഒരു പൈസ വെച്ചിട്ടാണ് ആ ഒരു ഹോസ്പിറ്റൽ പണിതതും. അപ്പം അതെല്ലാം ഫേക്ക് ആയിരുന്നു. പിന്നെ ആ ഒരു ഡോക്ടറിന്റെ വൈഫ് മരിച്ചതും സൂയിസൈഡ് ചെയ്തതും ആ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ഭർത്താവായിട്ടുള്ള ഡോക്ടർ പൈസ എപ്പോഴെപ്പോഴും ചോദിച്ച് ഇനി കൊടുക്കാനില്ല, വീട്ടുകാരോടും ചോദിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണ് അത് സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 പേരാണ് മരണപ്പെട്ടത്. ആ ഡോക്ടർ മൂലം തന്നെ മരണപ്പെട്ട 2 പേരാണ് നമ്മുടെ നരേറ്ററും അതേപോലെ തന്നെ ആ ഡോക്ടറുടെ വൈഫും. അതാണ് 2 പേര് ഇതിൽ വരുന്നത് കേട്ടോ. സോ ദ നരേറ്റർ ഓഫ് ദ സ്റ്റോറി ഈസ് എ ഡെഡ് സോൾ ബിലോങ്സ് ടു ദി അപ്പർ ക്ലാസ്. അപ്പം ഇതിലെ നരേറ്റർ ആരാണ്? അപ്പർ ക്ലാസ്സിൽ വരുന്ന ഒരു ഡെഡ് സോൾ ആണ്, മരണപ്പെട്ട ഒരാളുടെ ആത്മാവാണ് നമ്മുടെ ഇതിലെ നരേറ്റർ എന്ന് പറയുന്നത്. അനദർ സോൾ എന്ന് പറയുന്നത് വുമൺ ഹു ഈസ് ഓൾസോ ഫ്രം ദി അപ്പർ ക്ലാസ്സിൽ വരുന്ന ഒരു വുമൺ ആണ് മറ്റൊരു ഇതിലെ ഒരു കഥാപാത്രമായിട്ട് വരുന്നത്. ദ നരേറ്റർ സീസ് ഹീസ് ഇൻ അതർ വേൾഡ് വിച്ച് മീൻസ് ഹീസ് ഡെഡ്. അപ്പം നരേറ്റർ പറയുന്നുണ്ട് ഞാനൊരു മറ്റൊരു വേൾഡിലാണ്, അതിനർത്ഥം ആള് മരണപ്പെട്ടു എന്നുള്ളതാണ്. ഹി ഡസ് നോട്ട് നോ വെദർ ഇറ്റ് വാസ് ഹെൽ ഓർ ഹെവൻ. ഹെല്ലാണോ ഹെവൻ ആണോ എന്നുള്ളത് ആൾക്ക് അറിയില്ല എന്നും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ സമാധാനം ഉണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് ബൈ ദ ഡോക്ടർ വിച്ച് കിൽഡ് ഹിം. ആ ഒരു ഡോക്ടറിന്റെ അനാസ്ഥ മൂലമാണ് നമ്മുടെ നരേറ്റർ മരണപ്പെട്ടത്. ഇനി ടൈറ്റിലിന് ഇമ്പോർട്ടൻസ് പഠിച്ചു വെക്കണം നിങ്ങൾ. ഇനി നരേറ്റർക്ക് എന്ത് സംഭവിച്ചു? നരേറ്റർ ഡൈഡ് ഓൺ ദ ഓപ്പറേറ്റിംഗ് ടേബിൾ ഡ്യൂറിങ് ദ സർജറിയുടെ ഇടയിൽ ഫേക്ക് ഡോക്ടർ സർജറി ചെയ്തത് മൂലമാണ് നരേറ്റർ മരണപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നരേറ്റർ എങ്ങോട്ടേക്കാണ് പോയത്? ഒരു ഗവൺമെന്റ് സർജൻ ഫ്രം ദ റിസർവ്ഡ് കോട്ട ആളുടെ അടുത്തേക്കാണ് പോയത്. പക്ഷെ നരേറ്ററിന് ഇഷ്ടമുണ്ടായിരുന്നില്ല ദളിത് ഡോക്ടർ തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അപ്പർ കാസ്റ്റിൽ വരുന്ന ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് ആള് പോകുന്നത്. ആ ഡോക്ടർ എങ്ങനെയായിരുന്നു എന്നാ പറയുന്നത്? നരേറ്റർ ചൂസ് എ യങ് പ്രസന്റബിൾ ക്ലവർ ഡോക്ടർ ഫ്രം
ഫ്രം എ ഫേമസ് നഴ്സിംഗ് ഹോം ബട്ട് ഹി വാസ് എ ഫേക്ക് ഡോക്ടർ. ഇത്രയൊക്കെ ആണെങ്കിലും ആൾ ഫേക്ക് ഡോക്ടർ ആയിരുന്നു. കാരണമാണ് നമ്മുടെ നരേറ്റർ മരണപ്പെടുന്നത്. ദെൻ ആളുടെ വൈഫിനെ കുറിച്ച് ചോദിക്കാം. വൈഫ് സൂയിസൈഡ് ചെയ്തു ബിക്കോസ് ഷീ കുഡ് നോട്ട് ഗെറ്റ് മോർ മണി ഫ്രം ഹെർ ഫാമിലി ഫോർ ഹെർ ഹസ്ബൻഡ്. ആ ഒരു ഡോക്ടർക്ക് വേണ്ടി കൂടുതൽ പൈസ വീട്ടുകാരുടെ അടുത്ത് നിന്ന് കിട്ടുന്നില്ല, ചോദിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥ മൂലമാണ് ആ ഒരു വൈഫ് മരണപ്പെട്ടത്. ഇനി നമ്മുടെ ടൈറ്റിൽ ഒന്നും കൂടി ചോദിച്ചേക്കാണ്. ഇവിടെ 2 ഇൻ ദ നെക്സ്റ്റ് വേൾഡ് എന്ന് പറയുന്ന ടൈറ്റിലെ 2 ആരൊക്കെയാണ്? നരേറ്ററിന്റെ സോളും ആ ഒരു വുമൺ കമ്മിറ്റ് ചെയ്ത സൂയിസൈഡ് ചെയ്ത വുമന്റെ സോളും 2 പേരാണെങ്കിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അങ്ങനെ എന്താ പറയുക, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാൻ താല്പര്യമില്ലാത്തവരുണ്ട്. റിസർവ്ഡ് കോട്ട ദളിതായിട്ടുള്ള ഡോക്ടേഴ്സ് ചികിത്സിക്കേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. എപ്പോഴും നമ്മൾ ഫേമസ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നു. അവിടെ പക്ഷെ എത്രമാത്രം അത് ഓക്കെ ആണ് എന്ന് നമുക്കറിയില്ല. അവിടുത്തെ മെഡിസിൻസിനെ കുറിച്ചോ കാര്യങ്ങളോ അറിയില്ല നമുക്ക്. ഒത്തിരി പൈസ ബില്ല് നമ്മൾ പേ ചെയ്യുന്നു, അവിടെ വെച്ച് മരണപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്റർ കൃത്യമായിട്ട് പഠിക്കുക. അതിൽ നിന്ന് ക്യാരക്ടർ സ്കെച്ച് നരേറ്ററിൻ്റെയും ചോദിക്കാം, അതേപോലെ തന്നെ ആ ഒരു വുമൻ്റെയും ചോദിക്കാം കേട്ടോ, ഡോക്ടറിൻ്റെ വൈഫിൻ്റെ. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ദി ബ്രൈഡ്സ് പൈജാമ. ഇത് ഒരു ലവ് സ്റ്റോറിയാണ് ബിറ്റ്വീൻ ദ ഓൾഡർ മാൻ നാബിർ ഷാ അള്ള ആൻഡ് ഹിസ് വൈഫ് കോത്തൻ ദീദി. അപ്പം ഇവിടെ നാബിർ ഷാ അള്ളയുടെയും കോത്തൻ ദീദിയുടെയും ക്യാരക്ടർ സ്കെച്ചുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏജ് ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്. ലവിന് അങ്ങനെ ഒരു ഏജ് ഇല്ല എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ദിവസം നമ്മുടെ നാബിർ ഷാ അള്ള ഒരു ഷാൾ മേക്കറാണ് അല്ലേ. അപ്പോൾ നാബിർ ഷാ അള്ള ഷാൾ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൻ്റെ ഒരു സിസേഴ്സ് കാണാനില്ല. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ വൈഫിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സിസേഴ്സ് അന്വേഷിച്ച് കൊണ്ടുവരാൻ പറയുമ്പോൾ വൈഫ് അകത്ത് കയറി കുറേ സാധനങ്ങൾ നോക്കുന്ന സമയത്ത് പഴയ ഡ്രസ്സുകൾ കാണുകയാണ്. അപ്പം അതിൽ മരണപ്പെട്ടു പോയ തൻ്റെ മക്കളുടെ ഡ്രസ്സ് കാണുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. അതാണ് ആ അന്വേഷണത്തിൻ്റെ ഇടയിൽ കണ്ടെത്തുന്ന കാര്യം. ഇത് കഴിഞ്ഞ കൊല്ലം ചോദ്യം ചോദിച്ചതാണ് കേട്ടോ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഒരു റോസ് റെഡ് പൈജാമ കണ്ടെത്തുന്നത്. റോസ് റെഡ് പൈജാമ അത് അങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ. റോസ് റെഡ് പൈജാമ കണ്ടെത്തുന്നു. വെഡ്ഡിങ് ഡേയിൽ ധരിച്ചിരുന്ന ഡ്രസ്സാണ് അത്. ധരിക്കാനായിട്ട് നാബിർ ഷാ അള്ള പറഞ്ഞത് പ്രകാരം നമ്മുടെ കോത്തൻ ദീദി അത് വെയർ ചെയ്യുന്നുണ്ട്. അത്രയും വയ്യ എന്നിട്ട് കൂടി വെയർ ചെയ്യുന്നുണ്ട്. അത് വെയർ ചെയ്തിട്ട് കാണിക്കാനായി താഴെ കിച്ചണിലേക്ക് നാബിർ ഷാ അള്ളയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് കോത്തൻ ദീദി സ്ലിപ്പ് ആവുന്നുണ്ട് അവിടെ. അങ്ങനെ കോത്തൻ ദീദിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് 2 പേരും റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് സൺ ഇൻ ലോ അവിടേക്ക് കടന്നു വരുന്നത്. സൺ ഇൻ ലോ അത് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ തിരിച്ചു പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് അവർക്ക് എന്താ പ്രണയിക്കാൻ പാടില്ലേ, അപ്പോൾ ആ ഒരു മനോഭാവമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവരുടെ 2 പേരുടെയും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഷോൾ മേക്കറാണ് അദ്ദേഹം. ഓൾഡ് ആണെങ്കിലും ഇപ്പോഴും കസ്റ്റമേഴ്സിനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും എക്സ്പേർട്ടാണ് ആൾ ആ ഒരു ജോലിയിൽ. പിന്നെ കാണാതായത് നമ്മുടെ കോത്തൻ ദീദി അന്വേഷിച്ചു പോയത് പെയർ ഓഫ് സിസേഴ്സ് ആണ്, ഹസ്ബൻഡിൻ്റെ ടൂളായിട്ടുള്ള പെയർ ഓഫ് സിസേഴ്സ് ആണ്. ദെൻ കോത്തൻ ദീദി പെട്ടെന്ന് സാഡ് ആയത് എന്തുകൊണ്ടാണ്? മരണപ്പെട്ടു പോയ മക്കളുടെ ആ ഒരു ഡ്രസ്സ് കണ്ടപ്പോഴാണ് കോത്തൻ ദീദി സാഡ് ആയത്. ദെൻ കോത്തൻ ദീദി ചാൻസ് അപ്പോൺ ദ മിഡിൽ ഓഫ് ഹെർ ഓൾഡ് ക്ലോത്ത്സ്. ഇതാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ചോദ്യം കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ എന്താ പറയുക ടൂള് കണ്ടെത്താൻ പോയപ്പോൾ റോസ് റെഡ് പൈജാമയായിരുന്നു കണ്ടെത്തിയത്. റോസ് റെഡ് പൈജാമ, മാരേജ് ഡേക്ക് ധരിച്ച റോസ് റെഡ് പൈജാമ. ദെൻ നമ്മുടെ എൻഡ് ഓഫ് ദി സ്റ്റോറിയിൽ ആരാണ് അദ്ദേഹത്തെ അവരെ കാണാനായിട്ട് വന്നത്? എൽഡർ സൺ ഇൻ ലോ ആണ്. എൽഡർ അങ്ങനെ തന്നെ പഠിക്കുക. സൺ ഇൻ ലോ എന്ന് മാത്രമല്ല എൽഡർ സൺ ഇൻ ലോ ആണ് അവരെ കാണാനായിട്ട് വന്നത് എന്നുള്ളൊരു കാര്യം. പിന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഇവരുടെ കയ്യിൽ ഒരു ലാർജ് മണി ബാഗ് ഇവരുടെ കയ്യിലുണ്ട് എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. പക്ഷെ ആക്ച്വലി ഇവരുടെ അങ്ങനെയൊന്നും ഇല്ല. 2 പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു. ബാക്കി മക്കളുകളൊക്കെ മരണപ്പെട്ടു പോയിരുന്നു. അപ്പോൾ അവരെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ തന്നെ ഡെപ്റ്റ് കാര്യങ്ങളൊക്കെ ആയി. അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ഡെയിലി നോർമൽ ലൈഫാണ് ഇവർ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാവരും വിചാരിക്കുന്നത് ഇവരുടെ കയ്യിൽ ലാർജ് മണി ബാഗ് ഉണ്ടെന്നൊക്കെയാണ്. അപ്പോൾ ആ കാര്യങ്ങളും കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി അപ്പോൾ അവരുടെ ലവ്, അവരുടെ ആ ഒരു റൊമാൻസിൻ്റെ കാര്യങ്ങൾ, ഇത്ര ഏജ് ആയിട്ടും ആ ഒരു ലവിന് ഒരു ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ള കാര്യങ്ങൾ, ഓൾഡ് പീപ്പിളിൻ്റെ അടുത്ത് സൊസൈറ്റിയുടെ അപ്രോച്ച് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ദെൻ അവരുടെ ക്യാരക്ടർ സ്കെച്ചും. ദെൻ അടുത്ത ചാപ്റ്ററാണ്
ദ നൈറ്റ് ട്രെയിൻ അറ്റ് ഡിയോലി എന്ന് പറയുന്ന റസ്കിൻ ബോണ്ടിന്റെ ചാപ്റ്റർ. റസ്കിൻ ബോണ്ട് യങ് ആയിരുന്ന സമയത്ത് നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് പറയുന്നത്. ഡിയോലി ട്രെയിൻ സ്റ്റേഷനിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അവിടുത്തെ 2 ക്യാരക്ടേഴ്സ് വരുന്നത് റസ്കിൻ ബോണ്ടും ഗേൾ ഹൂ സെൽസ് ബാസ്ക്കറ്റുമാണ്. അപ്പോൾ ഒരു നൊസ്റ്റാൾജിയ രീതിയിലാണ് നമ്മുടെ കഥ പോകുന്നത്. മെയിൻ ക്യാരക്ടേഴ്സ് അവർ 2 പേരുമാണ്. അപ്പോൾ ഒരു സമ്മർ വെക്കേഷൻ നമ്മുടെ റസ്കിൻ ബോണ്ട് സ്പെൻഡ് ചെയ്തിരുന്നത് ഡെഹ്റയിലുള്ള ഗ്രാൻഡ് മദറിൻ്റെ അടുത്താണ്. അപ്പോൾ ഇന്നും ഡിയോലി വഴിയാണ് ഗ്രാൻഡ് മദറിൻ്റെ അടുത്തേക്ക് ഡെഹ്റയിലേക്ക് നമ്മുടെ റസ്കിൻ ബോണ്ട് പോകുന്നത്. ആ ഒരു ജേണിയിൽ ഡിയോലി പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് ആ ഒരു ഗേളിനെ കണ്ടുമുട്ടുകയാണ്. ഗേൾ എന്താ ബാസ്ക്കറ്റ്സ് സെൽ ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഗേളിനെ കാണുന്നു. ആ ഒരു ഗേളുമായിട്ട് ഇവർ ഫസ്റ്റ് മീറ്റിങ്ങിന് തന്നെ അട്രാക്റ്റഡ് ആകുന്നുണ്ട്. പക്ഷെ ആ ഒരു ഗേളിൻ്റെ വേറെ അബൌട്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ റസ്കിൻ ബോണ്ടിന് അറിയില്ല. 1-2 തവണ കണ്ടിട്ടേ ഉള്ളൂ, ചെറുതായിട്ടൊന്ന് സംസാരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അവർ തമ്മിലൊരു ബോണ്ട് ക്രിയേറ്റ് ആയി. പക്ഷെ പിന്നീട് നോക്കുന്ന സമയത്ത് അവിടെ ആ ഒരു ഗേളിനെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടിരുന്നില്ല. അവിടെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്തൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ വിവരങ്ങളൊന്നും അറിയാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഓരോ തവണ ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് പോകുമ്പോഴും അവിടെ ഡിയോലി സ്റ്റേഷനിൽ ഇറങ്ങി കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഒരു തവണ പോലും ജേണി ബ്രേക്ക് ചെയ്തില്ല. ബ്രേക്ക് ചെയ്യാത്തതിൻ്റെ റീസൺ ആണ് കഴിഞ്ഞ കൊല്ലം എക്സാമിന് ചോദിച്ചത്. റീസൺ എന്ന് പറയുന്നത് കൂടുതൽ ആ പെൺകുട്ടിയെക്കുറിച്ച് അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു, പേടി ഉണ്ടായിരുന്നു എവിടെ പോയി എന്ത് അന്വേഷിക്കണം എന്നുള്ള കാര്യം. പിന്നത്തെ കാര്യം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും ആ ഒരു പെൺകുട്ടിയെ കണ്ടെത്തും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് വേണമെങ്കിൽ അതിൽ ആഡ് ചെയ്യാം. നമ്മുടെ ലൈഫിൽ ഇതേപോലെ പല പ്രതിസന്ധികൾ വരും, പല തരത്തിലുള്ള ഇഷ്യൂസ് നമ്മുടെ ജേണിയിൽ വരും. അതൊക്കെ നമ്മൾ ജേണി ബ്രേക്ക് ചെയ്ത് ഇറങ്ങി അന്വേഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജേണി ഫുൾഫിൽ ചെയ്യാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനോ സാധിക്കില്ല. അതുകൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ആ സ്റ്റോറിയിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മുടെ റസ്കിൻ ബോണ്ടിൻ്റെ ക്യാരക്ടർ സ്കെച്ചും ഗേളിൻ്റെ ക്യാരക്ടർ സ്കെച്ചും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ പഠിച്ചു വയ്ക്കുക. ഇനി ക്യാരക്ടർ സ്കെച്ച് ഗേളിൻ്റെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. നമ്മുടെ ഇത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടും പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി നമ്മുടെ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കേട്ടോ. റസ്കിൻ ബോണ്ടിൻ്റെ ക്യാരക്ടർ സ്കെച്ചും ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ 2 പേരുടെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റോറീസ്. 2ാമത്തെ മൊഡ്യൂളിൽ വരുന്നത് ഇത്രയുമാണ്. അപ്പോൾ ഇതിൽ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ളത് നിങ്ങൾ കണ്ടുപോകണം, എന്നാലേ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.